നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീരപ്പന്റെ മകൾ വിദ്യാറാണിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മാറുകയാണ്. ഈ വിദ്യാറാണി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാം തമിഴർ കക്ഷിക്കായി കൃഷ്ണഗിരി മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും. മൈക്ക് ചിഹ്നത്തിലാണ് മത്സരിക്കുക. ശനിയാഴ്ച രാത്രിയാണ് നാം തമിഴർ കക്ഷി നേതാവ് സീമാൻ 40 മണ്ഡലത്തിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ഇതിൽ പകുതി പേരും വനിതകളാണ്. 4 വർഷം മുൻപ് BJPയിൽ ചേർന്ന വിദ്യയ്ക്ക് അർഹിക്കുന്ന പരിഗണന ലഭിക്കാത്തതിൽ നിരാശ ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് കഴിഞ്ഞ മാസം സീമാനുമായി കൂടിക്കാഴ്ച നടത്തി പാർട്ടിയിൽ സജീവമായി പ്രവർത്തകയായി മാറുകയും അതിന് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടെന്ന് അറിയിക്കുകയുമായിരുന്നു. അദ്ദേഹം ഇത് അംഗീകരിക്കുകയും ചെയ്തു. തുടർന്നാണ് സ്ഥാനാർത്ഥിത്വം ലഭിച്ചത്. നിയമബിരുദധാരിയായ വിദ്യാറാണി നിലവിൽ കൃഷ്ണഗിരിയിൽ സ്കൂൾ നടത്തുകയാണ്. വീരപ്പന്റെ ഭാര്യ മുത്തുലക്ഷ്മി PMKയുടെ അനുബന്ധ സംഘടനയായ TVKയുടെ പ്രവർത്തകയാണ്. 2004 ഒക്ടോബർ 24-നാണ് വീരപ്പൻ പ്രത്യേക ദൗത്യസേനയുടെ വെടിയേറ്റ് മരിച്ചത്. എന്തായാലും വീരപ്പന്റെ മകളും മത്സര രംഗത്തുണ്ട് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന ചർച്ചയായി മാറുകയാണ്. ദേശീയ മാധ്യമങ്ങളടക്കമുള്ളവ അത് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. എന്തായാലും നാം തമിഴർ കക്ഷിയിലാണ് ഈ വിദ്യാറാണി ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി ഒരുങ്ങുന്നത്. മൈക്ക് ചിഹ്നമാണ് പ്രധാനമായും ഉള്ളത്. മൈക്ക് ചിഹ്നത്തിൽ നിന്നാണ് മത്സരിക്കുന്നത്. എന്തായാലും ഇതേ തുടർന്ന് കഴിഞ്ഞ മാസമാണ് ഈ ഒരു അതായത് നാം തമിഴർ സംഘടനയിൽ വിദ്യാറാണി ചേർന്നത്. ഇതിനു മുൻപും ഇത്തരത്തിൽ പല അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴാണ് സ്ഥിരീകരിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. വീരപ്പന്റെ മകൾ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിൽ നിൽക്കാനുള്ള സാധ്യത ഏറെയാണെന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അത്തരം വാർത്തകൾ കത്തിക്കയറിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി സ്ഥാനാർത്ഥികളെ നാം തമിഴർ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അതിൽ വിദ്യാറാണി ഉണ്ട് എന്ന കാര്യം മനസ്സിലാവുകയും പിന്നീട് വാർത്തകൾ ഇടം പിടിക്കുകയും ഒക്കെ ചെയ്തത്. എന്തായാലും നാം തമിഴരിൽ പകുതിയോളം പേരും വനിതകളാണ് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. 40 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ 20-ലധികം പേരും വനിതകളാണ് എന്നുള്ളതാണ് പ്രത്യേകത. എന്തായാലും വീരപ്പന്റെ മകൾ ഈ മത്സരരംഗത്തേക്ക് എങ്ങനെയായിരിക്കും സജീവ പങ്കാളിയാവുക, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും പ്രവർത്തനങ്ങൾ, എങ്ങനെയായിരിക്കും സംസാര രീതി, എങ്ങനെയായിരിക്കും ജനങ്ങളോടുള്ള പെരുമാറ്റം, അവരെങ്ങനെയായിരിക്കും തിരിച്ചും വിദ്യാറാണിയോട് പെരുമാറുക എന്നടക്കമുള്ളവ കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും വിദ്യാറാണി തെരഞ്ഞെടുപ്പ് കോട്ടയിൽ എത്തുമ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പിന്റെ ചൂരും വീരും വാശിയും ഒക്കെ തന്നെ തമിഴ്നാട്ടിലും കൂടുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല.